നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷനുകളിൽ വേണ്ടത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചില സംശയങ്ങൾ ചില ഭാഗത്ത് നിന്ന് ചിലർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഒന്നാം സ്ഥാനത്താണ് കുറ്റകൃത്യങ്ങൾ ഇല്ലാത്തതിൻ്റെ കാര്യത്തിൽ. ഏറ്റവും സമാധാനമുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് എന്നുള്ള രീതിയിൽ കണക്കുകൾ വരണമെങ്കിൽ ഇവിടെ ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒന്നായിട്ട് മാറണം. സ്വാഭാവികമായിട്ടും കേരളത്തിന് ആ രീതിയിലുള്ള സമാധാനത്തിൻ്റെ ചരിത്രമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. എന്നാൽ ചിലർ അതിനെ വിമർശിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് കേസുകളുമായി ബന്ധപ്പെട്ട് പരാതികളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ വരുന്നവരുടെ പരാതികൾ രേഖപ്പെടുത്താനോ FIR രേഖപ്പെടുത്താനോ പോലീസുകാർ തയ്യാറാവുന്നില്ല. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊന്നും FIR രേഖപ്പെടുത്തി കേസാക്കിയാൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കൂടുതൽ വരും. അത് ദേശീയാടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരിന് ദോഷം വരുത്തുമെന്നുള്ള നിലയ്ക്ക് സമ്മർദ്ദം പോലീസുകാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ സമ്മർദ്ദമൊന്നുമില്ല എങ്കിൽ തന്നെ പോലീസുകാർ തങ്ങൾക്ക് വലിയ കുരുക്കുകളിലേക്കൊന്നും പോകേണ്ടതില്ല, സ്വസ്ഥമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി എന്നുള്ള നിലയ്ക്ക് വരുന്ന കേസുകളെ FIR ഒന്നും രേഖപ്പെടുത്താതെ അത് ഒത്തുതീർപ്പായിക്കോളും, ഇനി പ്രശ്നമുണ്ടാവില്ല എന്ന് പറഞ്ഞു വിടുകയാണോ? അങ്ങനെ പറഞ്ഞു വിടുന്നതിൻ്റെ പേരിൽ പിന്നീട് വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ചരിത്രം സമീപ ദിവസങ്ങളിലുണ്ടായി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിലെ ആശുപത്രിയിൽ ആസിഡ് ആക്രമണത്തിനിരയായ പ്രവിഷ. ആ പ്രവിഷയുടെ മാതാവ് ഇന്ന് ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ആ ആരോപണം മുൻ ഭർത്താവിനും പോലീസിനുമെതിരെയാണ്. മദ്യവും കഞ്ചാവും സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ് മകളുടെ മുൻ ഭർത്താവ് പ്രശാന്ത് എന്ന് പ്രവിഷയുടെ അമ്മ സ്മിത കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തൻ്റെ മകളുടെ ചിത്രം മോർഫ് ചെയ്ത് നഗ്നമാക്കി പ്രശാന്ത് പ്രചരിപ്പിച്ചു. ഇതേക്കുറിച്ച് തുടർച്ചയായി പലതവണ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടും ബാലുശ്ശേരി പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് അമ്മ പറയുന്നത്. അമ്മ സ്മിത പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇനി ഒന്നും പറയാതെ തന്നെ എന്താണ് ആ വാർത്തയുടെ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിഷ്ക്രിയത്വം എന്ന് മനസ്സിലാക്കാൻ കഴിയും. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ആയുർവേദ ആശുപത്രിയിൽ വെച്ച് ആസിഡ് ആക്രമണത്തിനിരയായ പ്രവിഷയുടെ മുൻ ഭർത്താവാണ് ആസിഡ് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. പ്രവിഷയുടെ അമ്മ സ്മിത ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. അമ്മേ, ഈ പ്രവിഷയുടെ ഭർത്താവ്, മുൻ ഭർത്താവായിരുന്ന ആ വ്യക്തി, അയാൾ ഈ നിരന്തരം പ്രവിഷ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. നിരന്തരം ഉപദ്രവിക്കും. 13 കൊല്ലത്തിന് ശേഷം ഒരു സമാധാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വീട്ടിൽ വന്നിട്ട് വീട്ടിലുള്ളവരെയും ചെയ്യും, പിന്നെ ഓളയും ചെയ്യും. ഞാളെ മുന്നിലിട്ടൊക്കെ എത്രയോ പ്രാവശ്യം അടിക്കുകയും അതിന് ഞാളെന്തെങ്കിലും മറുപടി പറയുന്നവരാണ് ഞാളെ തല്ലുന്നത്. അയാൾ ഈ എങ്ങനെയാ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്താ ലഹരി മദ്യപിക്കുകയും ചെയ്യും, കഞ്ചാവും പിന്നെ ഹാൻഡ്സും ഒക്കെ വെക്കുന്ന ആളാണ് സ്ഥിരമായിട്ട്. മകളെ എന്തൊക്കെ തരത്തിലുള്ള ഉപദ്രവമാണ് ഇതിനു മുൻപ് ചെയ്തത്? പിന്നെ കണ്ണിന് കുത്തിയിട്ട് ഒരു കണ്ണ് കാണൂല. ഇപ്പം ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും ഹെൽമെറ്റ് വെച്ച് അടിച്ചതാണ്. ഹെൽമെറ്റ് വെച്ച് അടിച്ചിട്ട് ഡിസ്കിന് കംപ്ലൈൻ്റ് ആയതാണ്. പിന്നെ അതിനാണ് ഇപ്പോൾ ചികിത്സ തേടിയത് ഹോസ്പിറ്റലിൽ. ഇവർ പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്? പ്രണയിച്ച് 16 വയസ്സിലാണ് അവൻ്റെ കൂടെ പോകുന്നത്. ഈ ബന്ധത്തിൽ മക്കളില്ലേ? 2 മക്കളുണ്ട്. 13 വയസ്സുള്ള ഒരു മോനുണ്ട്, 9 വയസ്സുള്ള ഒരു മോനുണ്ട്. അതായത് സ്കൂളുകാർ കൃത്യമായിട്ട് അന്വേഷിച്ചില്ല? സ്കൂളുകാർ ഇങ്ങനെ ഭീഷണി പറഞ്ഞതിനെ കൊണ്ട് ഓനത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആളാണ്. എന്ത് സംഗതി ചെയ്യുമെന്ന് ഓൻ പറഞ്ഞാൽ ചെയ്യും. അത് പോലീസ് സ്റ്റേഷനിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഓൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. എന്നുവെച്ചാൽ ഒരിക്കലും എൻ്റെ മോനെ റോഡിലിട്ട് അടിക്കുകയും ഇതാക്കുകയും ചെയ്യുന്ന ആൾ പരാതി കൊടുത്ത് ഇവളെ അടിച്ചിക്കുകയോ അച്ഛനെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് ഇവൻ കുറേ മോൻ്റെ കമ്പനിക്കാരെല്ലാം കൂടി ഓട്ടോറിക്ഷയിൽ സ്റ്റേഷനിൽ ചെന്ന്. അപ്പോൾ സ്റ്റേഷനിൻ്റെ മുറ്റത്തിട്ടിട്ട് ഓൻ്റെ വേളയെ പിടിച്ചതിന് അപ്പോൾ പോലീസ് SI ഒക്കെ വന്ന് ഓനെ അടിച്ചു ഓനെ മുന്നിട്ട് അടിച്ചുകൊണ്ട് അടിച്ച്. എത്ര ചെറിയ മോനാ ഞാൻ അടിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടിച്ചു തരാൻ പറഞ്ഞു. ഓനെ ഇന്ന് രാത്രി ഓൻ്റെ എല്ലാവരെയും ഞാൾ തീർക്കും. അത് ഓൻ പറഞ്ഞ് അന്നാണ് വീട്ടിൽ കയറിയിട്ട് എന്നെ ഓളെ 2 കൊല്ലം മുന്നേ പിന്നെ എൻ്റെ കഴുത്തിൽ സാരിയൊക്കെ പിടിച്ച് പറിച്ച് വാതിൽ ഞാൾ തള്ളി അങ്ങനെ അടച്ച്. പിന്നെ അന്ന് പിന്നെ സ്റ്റേഷനിൽ നിന്ന് മറ്റേ പിന്നെ എമർജൻസി പോലീസൊക്കെ വന്ന് ഓരാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ബാലുശ്ശേരി ഹോസ്പിറ്റലിൽ ചികിത്സ തേടി കേസൊക്കെ ആക്കിയത്. അല്ല, ഈ നേരത്തെ ഇങ്ങനെ ഈ നിരന്തരം ഉപദ്രവിക്കുന്നു, ഈ പെട്രോൾ ഒഴിച്ചു എന്ന് പറയുന്നത് മൂത്ത കുട്ടീനെ. അത് ഇളയ കുട്ടീനെ ഓളെയും കാണാനായിട്ട് 7 വയസ്സ്. 7 വയസ്സ് അന്ന് 7 വയസ്സില്ലായിരുന്നു. അപ്പോൾ അത് ചെറിയ മോനെ ഓളെ ഞാൾ ഒളിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഓള് സുരക്ഷാ ഹോമിലാണ് പോയത്. മറ്റൊന്ന്, ഈ നിങ്ങൾ അപ്പോൾ ഈ നിരന്തരം പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടില്ല? പരാതി എത്രയോ പോലീസ് സ്റ്റേഷൻ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഇവന് ഓരോ വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ
പിന്നെ ഇവളെ പിന്നെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ വേറൊരാളെ പിന്നെ ശരീരം ഇവളെ തലയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഓരോരുത്തർ ഫോണിലൊക്കെ ഇട്ടിട്ട് ഓളോട് ഇങ്ങനെ പറയും ഇന്നെ പറ്റി ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ ഇനി കാണുന്നില്ല. അപ്പോൾ അതിന് പരാതി കൊടുക്കാൻ പറഞ്ഞാൽ അതിനും ഞാൻ പരാതി കൊടുത്തേക്ക്. അതിനൊന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവനെ വിളിക്കുമ്പോൾ ഓനെ വിളിച്ച് വരുത്തിയിട്ട് പിന്നെ ഇത് ഒരു താക്കീത് കൊടുത്ത് വിടും. ഓന അത് ഇറങ്ങി പിന്നെ പിറ്റേന്ന് അതിനേക്കാളും വലിയതാ ചെയ്യുക. അറസ്റ്റൊന്നും ഇതുവരെ ചെയ്തില്ല. അറസ്റ്റ് ചെയ്തിട്ടുണ്ടെ പോലീസ് സ്റ്റേഷനിൽ ആക്കൂല, അതൊന്നും ചെയ്തില്ല. ഒരു വാണിംഗ് കൊടുത്ത് വിടും. ഒരു പ്രതി വാണിംഗ് കൊടുക്കുക ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ കൊടുത്തോട്ടെ. ഇത് ഞാളെ 8-9 കേസ് ഞാളത് തള്ളാത്ത കേസ് തന്നെ ബാലുശ്ശേരി സ്റ്റേഷനിൽ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം ഉണ്ട്. ഇതുവരെ ഞങ്ങൾക്കൊരു ഇതും കിട്ടിയില്ല. ഇവരിങ്ങനെ നിരന്തരം ഞാളെ ഇങ്ങനെ ശല്യം ചെയ്യാന്നല്ലാണ്ട് ഇത് അന്നേ ഇത് എന്തെങ്കിലും ഒരു ഇത് ആയിക്കുണ്ടെങ്കിൽ ഇത്രയും അനുഭവമൊക്കെ വരില്ല. നമ്മൾ പോലീസ് പരാതി കൊടുക്കുന്ന ഓരോ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ. ഞാളോന ഈ ആയുധമെല്ലാം വെച്ച് കളിക്കുന്നോന ഞാളെന്ത് ഇത് ഞാളോട് ചോദിക്കും നിങ്ങൾ കണ്ടിക്കോ എവിടെയാ ഉള്ളതെന്ന് അറിയോ അങ്ങനെയൊക്കെ ഓല് ചോദിക്കും. അതുകൊണ്ട് പിന്നെയുള്ള പരാതികളൊന്നും ഞാൾ കൊടുക്കലില്ല. എന്തിനു കൊടുക്കാന്നുള്ളൊരു തോന്നൽ. മകളുടെ പിന്നെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്താണ് ഇതെല്ലാം പ്രചരിപ്പിച്ചോ അയാൾ? അത് എങ്ങനെയാ ചെയ്തതെന്നറിയില്ല. ഓരോരുത്തരെ ഓളെ കമ്പനിക്കാരെ ഫോണിലേക്കും ഓൻ്റെ കമ്പനിക്കാരെ ഫോണിലേക്കൊക്കെ വരുമ്പോഴാണ് ഓലിങ്ങനെ പറയുന്നത്. പിന്നെ ഇങ്ങനെ ഫോട്ടോ ഫോണിൽ ഇങ്ങനെ വരും. ഓരോരുത്തർ ഓളെ പിന്നെ ഞങ്ങളെ കുടുംബക്കാരെയൊക്കെ ഓൻ്റെ നമ്പർ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഓലെ ഫോണിലൊക്കെ ഓല് വരുന്നേരം ഓലിങ്ങനെ പറയൂ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ ഇനി കാണുന്നില്ല ഇതൊന്നും. ഓള് ബ്ലോക്കാക്കി ഇടും. വേറെ ഓരോരുത്തരെയൊക്കെ വരും ഓളെ കമ്പനിക്കാരെ നമ്പറിലേക്കൊക്കെ അങ്ങനെ വരും. അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ അതിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്നും പിന്നെ ഓള് പോയി പരാതി കൊടുത്തു പോകുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താ നിങ്ങൾ തുടർ നടപടി? കോടതിയിലേക്ക് പോകുന്നുണ്ടോ? ഇനി കോടതിയിലേക്ക് പിന്നെ പോകണുണ്ടോയെന്ന് വെച്ചാൽ കോടതിയിൽ പോയാൽ ഇത്രയൊക്കെ ഉണ്ടാവും എന്നുള്ളവനറിയാം. എന്നുവെച്ചാൽ ഇങ്ങനെയാണെന്നല്ലോ വിടുക സാധാരണ എന്ത് ആയാലും. മകളുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എന്തുണ്ട്? മുഖം ഒന്നായിട്ട് വീങ്ങിത്തടിച്ചിട്ട് കണ്ണൊക്കെ ഇറുങ്ങിയിട്ട് ഒരു കണ്ണ് കാഴ്ചശക്തിൻ്റെ വെച്ചാൽ ഒരിപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് കാഴ്ചശക്തിൻ്റെ ഒന്നും പ്രശ്നമല്ല. ഓക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു മാനസികമായിട്ടൊരു ഇത് നമ്മളെ നോക്കും എന്നുവെച്ചാൽ ഒരു മാനസിക പ്രശ്നം പോലെ ഉണ്ട്. അതിന് സൈക്കാസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അതാ പറഞ്ഞു. ഇപ്പോൾ പറയുന്നതൊന്നും നമ്മൾ അങ്ങോട്ട് പറയാൻ നേരമൊക്കെ ഒക്കെ എന്തോ ഒരു പേടി പോലെ അതിങ്ങനെ ഇങ്ങനത്തെ ഇത് അറ്റാക്ക് വന്നാലുണ്ടാവും എന്ന് അവർ പറയുന്നത്. അതിന് കാണിക്കാനാണ്. ക്രൂരമായ ആക്രമണങ്ങളാണ് പ്രവിശ്യയ്ക്ക് മുൻ ഭർത്താവിൽ നിന്നും പല തവണകളിലായി നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ മനുഷ്യ മനസ്സാക്ഷി മരവിപ്പിക്കുന്ന ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത് എന്ന് പ്രവിശ്യയുടെ അമ്മ സ്മിത തന്നെ വ്യക്തമാക്കുന്നു. ഇതിന് കൃത്യമായ ഒരു നടപടിയും പോലീസിൽ പലതവണ പരാതിപ്പെട്ടിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ബാലുശ്ശേരി പോലീസിൻ്റെ ഈ അനാസ്ഥയ്ക്കെതിരെയും അവർ തുറന്നടിക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തുടരുന്ന കുറ്റകൃത്യ വാർത്തകൾക്ക് അവസാനമില്ല. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുന്നു. കാത്തിരിക്കുന്ന വാർത്തകളിലൊന്ന് കോഴിക്കോട് താമരശ്ശേരിയിലെ ഷിബിലയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിയായ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടതിന് ശേഷം ആ വ്യക്തിയെയും കൊണ്ട് നടത്തിയ തെളിവെടുപ്പിന്റെ വാർത്തയാണ്.